ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള നാടൻ കരിമീൻ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് മീനൊക്കെ നമ്മളിപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലോണം ഒന്ന് പൊട്ടിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇനി വേറെ എന്തെങ്കിലും ചേർക്കാവുള്ളേ. അപ്പോൾ നമ്മൾ ഉലുവയാണ് ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ഉലുവ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 ഇതൾ വെളുത്തുള്ളി, മീഡിയം സൈസുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ ഒരു പിടുത്തം ചുവന്നുള്ളി. അതിപ്പോൾ ചുവന്നുള്ളി കയ്യിലില്ലെങ്കിൽ സവാള ചേർക്കാം, പക്ഷേ കൂടുതലൊരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചുവന്നുള്ളി തന്നെ ചേർക്കണേ. ഇത് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ 4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഞാൻ ജസ്റ്റ് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് ചേർക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ അതും കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി അത് 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീരെ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം നല്ലോണം മാറിയ ശേഷം വേണം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയുടെ പാല് ചേർക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3 ഇതൾ കുടംപുളി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കറി നല്ലോണം തിളച്ച ശേഷം മാത്രമേ മീൻ ഇതിലേക്ക് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് പൊടിഞ്ഞു പോകുകയെ. ഇപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 വലിയ മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് മുറിച്ചിടാനാണ് താല്പര്യമെങ്കിൽ അത് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കാണാനൊരു രസത്തിനാണ് ഞാനത് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിപ്പോൾ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടോ ഇപ്പോൾ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ തീ തന്നെ വെച്ചാൽ മതി. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോകും കേട്ടോ. ഇപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയോ കപ്പയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല കിട്ടിലിന് ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാടൻ ഐറ്റമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്